ഇവിടെ മേയറായിട്ടുണ്ട് എങ്കിൽ ഞാൻ വ്യക്തമായി പറയാം, ഈ പ്രായത്തിൽ മേയറായിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും അറിയാം. അതുകൊണ്ടായിരിക്കും താങ്കൾ അവിടെയും ഞങ്ങൾ ഇവിടെയും ഇരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിന്റെ അന്ത്യശ്വാസം വലിച്ചതിനെ തുടർന്ന് LDF-ൽ കുറച്ച് രാഷ്ട്രീയ നാടകങ്ങളൊക്കെ അരങ്ങേറി. മേയർ ആര്യ രാജേന്ദ്രനെതിരെ കുറെ ആൾക്കാർ തിരിഞ്ഞു. എന്തായാലും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഒരു റെക്കോർഡ് ലക്ഷ്യമിട്ടിട്ട് ആനപ്പുറത്തിരുത്തി കൊണ്ടുവന്ന ചെറിയൊരു കുട്ടിയാണ് ഈ ആര്യ രാജേന്ദ്രൻ. പ്രത്യേകിച്ച് പക്വതയായില്ല ഇങ്ങനെ ഒരു സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇതൊന്നുമല്ല, യുവജനങ്ങൾക്ക് സീറ്റ് കൊടുക്കുക, യുവാക്കളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക, സ്ത്രീകൾക്ക് മുൻഗണന നൽകുക എന്നതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആര്യ രാജേന്ദ്രനെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സീറ്റിൽ ഇരുത്തിക്കുന്നത്, അല്ലെങ്കിൽ സീറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മേയർ പദവിയിലേക്ക് ഇരുത്തുന്നത്. സാധാരണഗതിയിൽ ഈ ആര്യ രാജേന്ദ്രൻ ഈ പാർട്ടി പരിപാടികളിൽ ഈ ചുവന്ന ഡ്രസ്സ് ഇട്ടിട്ട് മാർച്ച് ചെയ്യുന്നതും അതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാവണം പിടിച്ച് മേയറാക്കിയത്. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇങ്ങനെയുള്ള ഓരോരോ ഗിമിക്കുകളൊക്കെ കാണിച്ച് നടക്കുന്നതിലാണ് അങ്ങനെയുള്ളവരെ ഒക്കെയാണ് പിടിച്ചിട്ട് മേയറാക്കുന്നതും അങ്ങനെയുള്ള പദവികൾ കൊടുക്കുന്നതൊക്കെ. പല പല ഉദാഹരണങ്ങൾ നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട്. ഈ ഗിമിക്ക് കാണിക്കുന്നവർക്ക് പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പദവി കൊടുക്കുക, അതും ഈ സമൂഹത്തിന് വളരെയധികം വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട രീതിയിലുള്ള ഈ പദവികളായിരിക്കും ഉണ്ടാകുക. അവരുടെ അത് ചെയ്യില്ല, സ്വന്തം ലാഭത്തിന് വേണ്ടി ആ ഒരു സീറ്റിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കുക, ഷോ ഇറക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. ഏതായാലും ഫലം വന്നതോടുകൂടി, അതായത് ഈ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടെ അഹങ്കാരം കുറച്ച് കുറയുന്നതാണ് പൊതുവെ എല്ലാവരും വിചാരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത്രയും നാളും തന്നെ പറ്റി നാട്ടുകാരും ജനങ്ങളും ഒക്കെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ഒതുങ്ങും. പക്ഷെ അങ്ങനെ ആര്യ രാജേന്ദ്രനിൽ കണ്ടില്ല. ആര്യ രാജേന്ദ്രൻ ഒരു സ്റ്റാറ്റസ് ഇട്ടു, ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന്. അതായത് 50 സീറ്റിൽ നിന്ന് 29 സീറ്റിലേക്ക് കൂപ്പ് കുത്തിയപ്പോഴും ഈ ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് എന്തിനാ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടതെന്നുള്ളത് പാർട്ടിക്കാർക്കുള്ളിലും കുറച്ച് അസ്വസ്ഥതയുണ്ടാക്കി. ഫലം വന്നതോടുകൂടെ CPM-ന്റെ കോട്ടകൾ ഓരോന്നോരോന്നായി തകർന്നു വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന കാരണമായിട്ട് പാർട്ടിക്കുള്ളിൽ പറയുന്നത് ഈ മേയറുടെ അപക്വമായ ഇടപെടലുകളാണ്. ഇതിനു മുമ്പ് ഒരു പാവം KSRTC ഡ്രൈവറെ വഴിയിൽ കോഴിക്കോട് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുന്നിൽ നിന്ന് മാറിയില്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് ഈ ആര്യ രാജേന്ദ്രൻ ഈ കാറ് നേരെ കുറുകെ ഇട്ടിട്ടാണ് പ്രശ്നം ഉണ്ടാക്കാൻ പോയത്. ഒരു മേയർ സ്ഥാനത്തിരിക്കുന്ന ഒരു ആൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അപക്വമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ മുമ്പും കുറേയേറെ മേയർമാർ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവർക്കാർക്കും ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. സ്വന്തം പാർട്ടിക്കാരെ തസ്തികകളിലേക്ക് നിയമിക്കുന്നതിന് ഔദ്യോഗികമായി കോർപ്പറേഷന്റെ ലെറ്റർ പാഡിൽ കത്തെഴുതി പാർട്ടിക്ക് അയച്ച ആളാണ് ഈ ആര്യ രാജേന്ദ്രൻ. അപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ മനസ്സിന്റെ ഒരു അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മേയർ വണ്ടി തടഞ്ഞ്, ഇതാരുടെ ഐഡിയ എന്നറിയില്ല, എന്തായാലും വണ്ടി തടഞ്ഞു നിർത്തിയതിനു ശേഷം മേയറും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും കൂടെ നടു റോഡിൽ നല്ല ഷോ ഇറക്കി. ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ക്യാമറകളിൽ ജനങ്ങൾ കോപ്പി ചെയ്തു. ഒരു സൈഡിൽ കമ്മ്യൂണിസ്റ്റുകൾ വികസന നായിക എന്നുള്ളൊരു പരിവേഷം കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു നിന്നപ്പോഴാണ് ഈ മേയർ കല്യാണത്തിന് പോയി വന്നപ്പോൾ റോഡിലൂടെ ബസ് പോകുന്നത് കണ്ടപ്പോൾ അതിന്റെ അരിശം തീർക്കാൻ അല്ലെങ്കിൽ റോഡിലെ തടസ്സങ്ങൾ മാറ്റാനുള്ള ഈ മേയറുടെ ശ്രമം പാർട്ടിയുടെ തന്നെ വഴിക്ക് തടസ്സമായി മാറിയത്. പിന്നെ ഈ സ്റ്റാറ്റസും ഒരു ഇഞ്ച് പിന്നോട്ടില്ല. ആ ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് പറയാൻ കാരണം ഗായത്രി ബാബുവിന്റെ ഒരു പോസ്റ്റാണ്. മുൻ കൗൺസിലർ ആയിരുന്ന ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആര്യയുടെ ഈ മേയർ പദവിയിലെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറി. അവരെ പോസ്റ്റിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് താഴ്ന്നവരോട് വളരെ പുച്ഛം, ജനങ്ങളോടും സാധാരണ പ്രവർത്തകരോടും വളരെ പുച്ഛത്തോടെയാണ് മേയർ പെരുമാറുന്നത്. ഈ മേയറുടെ ഭരണം ഓഫീസിൽ ഒരു കോക്കസ് കയ്യേറിയിരിക്കുകയാണ്. ഈ മേയർക്ക് ആര്യ രാജേന്ദ്രന് സ്വന്തം കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണ് ഈ ഓഫീസ്, അല്ലെങ്കിൽ ഈ ഒരു മേയർ പദവി. ഈ പ്രായം കുറഞ്ഞ മേയർ എന്നുള്ളൊരു സവിശേഷ അലങ്കാരം അത് വളരെ ആസ്വദിക്കുകയും അഹങ്കാരമായി കൊണ്ടുനടക്കുകയും ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു ഈ കൊച്ചുകുട്ടി. ഇതിന് മുന്നേയുള്ള മേയർമാരായ VK പ്രശാന്തിനെ പോലെയോ അല്ലെങ്കിൽ ശ്രീകുമാറിനെ പോലെയോ ജനങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യാനുള്ള പ്രാപ്തി ഈ ആര്യ രാജേന്ദ്രന് ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കഴിവ് ഈ കുട്ടിക്കില്ല. ഇതല്ലാതെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ മറ്റു പല കാര്യങ്ങളും ഇവർ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ള, ശബരിമല വിഷയങ്ങളും മറ്റ് അനാവശ്യ വിവാദങ്ങളും ഈ വോട്ടർമാരെ LDF-ൽ നിന്ന് അകറ്റി എന്നുള്ള ഒരു ആരോപണമുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം കാറിൽ യാത്ര ചെയ്തത് മുഖ്യമന്ത്രി ഈ ഈഴവ വോട്ടുകളിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് ചില നേതാക്കൾ പറയാൻ തുടങ്ങി. പിന്നെ ഉള്ളത് ഈ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റവും അഹങ്കാരവും. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഈ മേയർ ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം അത് ഏറ്റുവാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ടാണ് ഈ മേയർ കൊണ്ടു നടക്കുന്നത്. നഗരത്തിലുള്ള
മാലിന്യ പ്രശ്നങ്ങളും കുണ്ടും കുഴിയും റോഡും പരിഹരിക്കാതെ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഗവൺമെന്റിൽ നിന്നുള്ള കാശും എടുത്തുകൊണ്ട് ലണ്ടനിൽ പോയി ആസ്വദിച്ച് തിരിച്ചു വരുന്നതൊക്കെ ഈ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ കാരണമായി. ഈ LDFന്റെ ഇത്രയും പ്രശ്നങ്ങളോടുകൂടെ തന്നെ BJP ചരിത്ര വിജയം നേടാൻ സാധിക്കും. 50 വാർഡുകൾ പിടിച്ചടക്കി BJP ഭരണത്തിലേക്ക് എത്തി. ഈ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റങ്ങളാണ് BJPയെ ഇതിന് കൂടുതൽ സഹായിച്ചത്. UDFും ഒരു 19 സീറ്റുമായിട്ട് അവരുടെ വിലയും മെച്ചപ്പെടുത്തി. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പരാജയം CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പാടാണ്. ഈ പ്രായം കുറഞ്ഞവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവർക്ക് കുറച്ച് ബുദ്ധിയും പക്വതയും ജനങ്ങളെ അടുത്ത് വിനയവും ഉണ്ടാവണമെന്ന് പാർട്ടി അണികൾ തന്നെ ഇപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങി. ഈ പാർട്ടിയിൽ ഇനിയിപ്പോൾ ആര്യ രാജേന്ദ്രനെ വേറെ എന്തെങ്കിലും റോള് നൽകണോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ എന്തായാലും തീരുമാനം ഉണ്ടാകും. എന്തായാലും ചിന്താ ജെറോമിന് യുവജന കമ്മീഷൻ ഉണ്ടാക്കി കൊടുത്തതുപോലെ ഈ ആര്യ രാജേന്ദ്രനും എന്തെങ്കിലും ഒരു വികസന കമ്മീഷൻ, എന്തെങ്കിലും ഒരു ജന കമ്മീഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും ഒരു 1-2 ലക്ഷം എടുത്ത് മാസം കൊടുത്തിട്ട് അവർക്കും ജീവിക്കാനുള്ള ഒരു ഉപാധി ഉണ്ടാക്കി കൊടുക്കും. എത്രയോ കാലമായി ചുവന്ന കൊടി പിടിച്ച് നടക്കുകയല്ലേ. ജനിച്ചപ്പോൾ മുതൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ SFIയുടെയും DYFIയുടെയും ചുവന്ന കൊടികൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോകൾ ഏതായാലും ഗൂഗിളിൽ എത്രയോ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മേയർ കുട്ടി ഇനി ഏതെങ്കിലും ഒരു കമ്മീഷന്റെ ചെയർമാൻ കുട്ടിയായി മാറാനുള്ള സാധ്യതയുണ്ട്.